മാറിയില്ല. പച്ചയിൽ വയലറ്റ് കളറുള്ള സാരിയാണ്. മീനാക്ഷി നീ കൊഞ്ചം മോഡലാ. സോ ഗൈസ് ഒരു 40-45 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എത്തുന്നതായിരിക്കും. ഞാൻ രാവിലെ കുളിച്ച് ഡ്രസ്സിട്ട് വണ്ടി കയറി ഇരുന്നതായതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. മേക്കപ്പ് ചെയ്യാൻ നോക്കും വണ്ടി ഇരുന്നിട്ട്. നമ്മള് സാരി നോക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നെയ്യുന്നത് ഷൈനിങ് കപ്പി വന്നതാണ്. രഹസ്യങ്ങളൊക്കെ വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. ചിലപ്പോൾ തിരിയും. എൻ്റെ ബ്ലോഗിലുള്ളവർക്കൊരു എന്റെ മോനല്ലേ ഇത്. എല്ലാവരും ഇപ്പം നമ്മൾ ടെമ്പിൾ വെഡിങ്ങിനുള്ളതാണ് ഗൈസ് പർച്ചേസ് ചെയ്യുന്നത്. സോ ബ്രൈഡ് വിൽ ബി ഇൻ സെറ്റും ഉണ്ട് ആൻഡ് ബാക്കിയുള്ള എല്ലാവരും സെറ്റ് സാരി. ഫസ്റ്റ് ബ്രൈഡിനുള്ളത് എൻ്റെ ഫിയോൻസേക്ക് ഇഷ്ടം ഡിസൈൻ ഉള്ള ഒരു സാരിയാണ്. അതാണ് നോക്കാൻ പോകുന്നത്. ഫിയോൻസേ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ്. കാണിക്കേ രണ്ട് വാക്ക് പറ. ഡിസൈനുള്ള സെറ്റും കൊണ്ട് ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം കിട്ടുമോ എന്ന്. നമ്മുടെ അച്ഛന്മാരവിടെ ഇരിക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. ഇവിടെയാണ് ATM. ഇവിടെയാണുള്ളത്. ആയിട്ടില്ല പറയാം. ഞങ്ങൾ വ്ളോഗ് എടുക്കുക. എന്ത് തോന്നുന്നു? മകൻ വിവാഹിതനാകാൻ പോവുകയാണ്. അച്ഛ പറയൂ. എനിക്ക് അതിൽ പരം സന്തോഷം വേറൊന്നുമില്ല. അച്ഛൻ എന്ത് തോന്നുന്നു? റിട്ടയർ ആയിരിക്കും. അതാണ് വിശേഷം. മകളുടെ വിവാഹമൊക്കെ രണ്ടാമത് റിട്ടയർ ആയിരിക്കും. ഇനി എവിടെയും ഇല്ല, ക്യാമറയുടെ മുമ്പിൽ വരില്ല. കാർത്തിക് നായർ കല്യാണത്തിന്റെ അന്നല്ലാതെ വരില്ല. ഒരു അദൃശ്യ ശക്തി. അങ്ങനെ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. കോട്ടൺ അല്ലേ? ഇഷ്ടമുള്ളത് കിട്ടി. അമ്മ അപ്രോഡ്. പക്ഷെ I think we are good to go with that, right? ഗൈസ്, നമ്മുടെ സാരി കെട്ടി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. വാവ്, വെരി പ്രിറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗൈസ്, സക്സസ്ഫുള്ളി അങ്ങനെ നമ്മുടെ ആദ്യത്തെ പർച്ചേസ് കഴിഞ്ഞു. എല്ലാവരും ഇറങ്ങുകയാണ്. വെൽക്കം ഗൈസ്. സോ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഇന്നലെ ഒരു സാരി നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തു. ഇന്ന് രണ്ടാമത്തെ സാരി പർച്ചേസ് ചെയ്യാനായിട്ട് മാറിയില്ല. നമ്മൾ കോയമ്പത്തൂർ പോകാൻ പോവാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ശരവണ ഭവൻ നമ്മുടെ പേരൻസ് ആണ്. ഇന്നലെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടു. കാരണം എനിക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല.
പക്ഷെ ഇന്ന് നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സാരി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആകെ നടക്കാൻ പോകുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ബിരിയാണിയും കഴിച്ച് വരേണ്ട അവസ്ഥയാണ്. ചവിട്ടി വാങ്ങണേ. ഈ കാണുന്നതാണ് മരുതമലൈ. മധുക്കര എത്താറാകുമ്പോഴേ ഹൈവേയിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് കയറുന്ന ഒരു കട്ട് കാണും. ആ സർവീസ് റോഡിലുള്ള കട്ട് കയറുക. അമ്മായിപ്പനും മരുമകനും തമ്മിൽ റേസ് ആണ് നടക്കുന്നത്. ഒരു റേസും ഇല്ല. വണ്ടിയിലത്തെ റോഡിൽ അമ്മായിച്ച് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ആദ്യം സെക്കൻഡ് സാരി നോക്കണം. സെക്കൻഡ് സാരി നോക്കാൻ നമ്മൾ എവിടെ ഉണ്ണി പോണേ? ഇവിടെ സ്ട്രീറ്റിൽ വണ്ടി നിർത്തിട്ട് നമ്മളിങ്ങനെ നടന്നു നോക്കുക തന്നെ. അത് നിന്റെ കൊച്ചിയല്ല, അത് സ്ട്രീറ്റിൽ വണ്ടി നിർത്തി പോവാ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ തപ്പി നടക്കുന്നത് പച്ചയിൽ വയലറ്റ് കളറുള്ള സാരിയാണ്. ഇന്നത് കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങള് പോകും. നീരാഴ്ച ഇന്ന് മുഴുവൻ കോയമ്പത്തൂർ മുഴുവൻ വയലറ്റൊരു പച്ച തപ്പി ഇവിടെ നിൽക്കും. ഞങ്ങള് വന്ന വഴി ഞങ്ങൾ തിരിച്ചു. കിട്ടിയില്ല അച്ഛാ, നല്ലൊരു സാരി വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് സാരി എടുക്കുന്നതിനോടൊപ്പം തന്നെ ഉണ്ണിക്കുള്ള ഡ്രസ്സ് നമ്മളിന്ന് നോക്കും, ചന്തൂരിലുള്ള ഡ്രസ്സ് നോക്കും, പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന് എടുക്കാനുള്ള ഒരു ഡ്രസ്സ് ശ്രീദേവി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇവിടെ. അത് നല്ല കടയാണെന്ന് ഞാൻ കേട്ടു. വയലറ്റ് കിട്ടിയില്ല കേസ്, ഒരു ബ്രൗണ് കിട്ടിയിട്ട് തുമ്പിയെ കിടച്ചില്ല, മൊയലിനെ കിടച്ചു. റെഡ് വേണോ മെറൂൺ വേണോ എന്നുള്ള ചർച്ചയാണ്. വെഡിങ് സാരി ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചു. അമ്മയുടെ വാക്കുകൾ ഓർമ്മ കൊടുക്കണ്ട്. എന്റെ ഫൺമോളില് ഫണ്ടൊക്കെ പോയി. So right now we are going to Sridevi Silks to pick a sari. നമ്മൾ അവിടെ നിന്ന് എന്തായാലും എടുക്കും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അവിടെ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അതെ, അത് ഇവിടത്തെ ശരിയല്ല. നമ്മൾ അവിടെ പോയിട്ട് ഇവിടെ എടുക്കും. അതവിടെ അത് ആരെങ്കിലും എടുക്കും. ഇനി നമ്മൾ ലഞ്ച് കഴിക്കണം. പക്ഷെ ആർക്കും വിശക്കണില്ല. നിങ്ങൾ പറഞ്ഞോ മസാല ദോശ കഴിക്കാൻ. നീ കഴിച്ചോ? നല്ല കുട്ടി, അവന് മസാലസകളെ വേണം. ഉണ്ണിയുടെ ഡ്രസ്സിന്റെ അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, which is at 3 PM. And ഉണ്ണി എന്താണ് കടയുടെ പേര് പറയും? യക്ഷ. യക്ഷയിൽ പോയി വല്ല രക്ഷയും ഉണ്ടോ നമ്മൾ നോക്കും. എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? ഇതാണോ ബ്രൗൺ ആണോ നല്ലത്? ഇതാണോ അവിടെ കണ്ടതാണോ? ഇത് വെച്ച് നോക്കിന്റെ മോള് കൊറേ സാരി കണ്ടു. ആൾക്കാർക്ക് ഒരു അമ്മയെ കാണിക്കൂ. ഏതാ പറയാമേ, അമ്മ പറയാൻ പറ. എനിക്ക് അറ്റ്ലാസ് മീനാക്ഷി സാരി ഇഷ്ടപ്പെട്ടു. നല്ലതായിരിക്കും. ഇന്നലെ എന്റെ അമ്മ പാവം ഓടി ഓട്ടത്തിന് എന്റെ കൂടെ, അതിനായി റിയലി അപ്രീഷിയേറ്റ് ചെയ്യും. വയലറ്റ് അല്ല, ബട്ട് ഒരു മെറൂൺ കിട്ടി. ഐ ലൈക്ക് ദിസ് ഈവൻ ബെറ്റർ. ഇഷ്ടമായി. ഞാൻ നേരത്തെ കടയിൽ ഒരു ബ്രൗൺ കണ്ടു, പക്ഷെ എല്ലാവരും പറഞ്ഞു അതിനേക്കാളും എന്റെ ടോണിന് നല്ല ഇതാണ്. പിന്നെ ഒരു റെഡും കൂടെ നോക്കുകയാണെങ്കിൽ
മീനാക്ഷി നീ കൊഞ്ചം മൂടല അതന്നെ മൂർത്തി കാണിച്ചു തരൂ കേട്ടോ. കാണിക്കാം മേഡം. ലേറ്റസ്റ്റ് പീസ് കൊണ്ടാട്ടിക്കാ. അങ്ങനെ കല്യാണ സാരി പർച്ചേസ് കഴിഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ഫൈനലി മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു സാരി കിട്ടി. എനിക്ക് ആക്ച്വലി ഒരു ബ്രൗണിൽ അല്ല ഒരു ഗ്രീനും വയലറ്റും വേണമെന്നായിരുന്നു. ബട്ട് ഐ ഗോട്ട് ഈവൻ ബെറ്റർ. എനിക്ക് കിട്ടിയത് ബ്രൗണിൽ ഗ്രീനിൽ മെറൂൺ ആയിട്ടുള്ളത് കിട്ടിയതാ. അച്ഛൻ്റെ കയ്യിൽ 2 പെട്ടിയും ഉണ്ട് ഗൈസ്. നമ്മൾ പോവാണ്. നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. വാവ്, തലപ്പക്കട്ടി ബിരിയാണി പോലെയൊക്കെ തോന്നുന്നു. ഐ ലവ് സ്പെഷ്യാലിറ്റി ഉണ്ണിക്കുട്ട. അങ്ങനെ വെഡിങ് ഷോപ്പിംഗ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ റിസപ്ഷനും കൂടിയുള്ള ഔട്ട്ഫിറ്റ് കൊടുത്തിട്ട് പോവുകയാണ്. എല്ലാവരും ഇവിടെ നിന്ന് പിരിയുകയാണ്. അവർ പാലക്കാട്ടേക്കും ഞങ്ങൾ എറണാകുളത്തേക്കും പോവുകയാണ്. അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ കാണാം എങ്ങനെയുണ്ട് ഡ്രസ്സ്. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് ഡേ ഷോപ്പിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ബൈ പറയട്ടെ ഗൈസ്. ബൈ. എല്ലാവരും ഒരു ബൈ കൊടുക്കുക.